അപ്പൊ ഇന്ന് ഡീമൺ സ്ലെയറിന്റെ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിലത്തെ മൂവി കണ്ടു. സോ ഈ ഒരു ഇയറിൽ തന്നെ ഞാൻ വളരെയധികം ആന്റിസിപ്പേഷനോടെ വെയിറ്റ് ചെയ്ത ഒരു മൂവി കൂടിയാണ് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ. സോ എന്താ പറയണ്ടേ, ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് മൂവി അല്ലെങ്കിൽ ഒരു ആനിമേ അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് മൂവി കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ആനിമേ മൂവി കാണുന്നത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ജാപ്പനീസിലാണ് കണ്ടത്. ഞാൻ ഇംഗ്ലീഷ് ഡബ് പൊതുവെ ആനിമേ ഒന്നും കാണുന്നില്ല, ഒക്കെ ജാപ്പനീസ് ആ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഡയലോഗിന്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജാപ്പനീസാണ് കാണല്. ഞാനല്ല ഇങ്ങനത്തെ ആനിമ കാണുന്ന എല്ലാവരോടും ജാപ്പനീസ് പ്രിഫർ ചെയ്യാനേ പറയുള്ളൂ. ഇംഗ്ലീഷ് ഡബ് പോകാതെക്കാണ് ഏറ്റവും ബെറ്റർ. കാരണം ആ ഒരു അവര് ഡബ് ചെയ്യുന്ന പോലെ ഒരിക്കലും വേറൊരു ഇംഗ്ലീഷ് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ആവല് വളരെ റെയറാണ്. വളരെ റെയർ എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ സൗണ്ട് എഫക്ട്സ്, മ്യൂസിക്, ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡീമൺ സ്ലെയർ ശരിക്ക് ഈ മാങ്ക, സാധാരണ എല്ലാ ആനിമകളും ഈ ഒരു മാങ്ക ഇറങ്ങി അത് വളരെ ഹിറ്റായി പിന്നീട് ആനിമ ആവില്ല പതിവ്. ഡീമൺ സ്ലെയർ മാങ്ക അത്യാവശ്യം ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വളരെയധികം മാങ്ക വഴി സക്സസ്ഫുൾ ആയ സംഭവം അല്ല. നേരെ മറിച്ച് മാങ്കക്ക് അഡാപ്റ്റ് ചെയ്ത ഒരു ആനിമ വന്ന സമയത്ത് അതിന് ആനിമേഷൻ ക്വാളിറ്റി കണ്ടിട്ട് ആൾക്കാർ ഫാനായിട്ട് മാറിയിട്ടുള്ളൊരു ആനിമയാണ് ശരിക്കും ഡീമൺ സ്ലെയർ. കാരണം നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള ആനിമേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എത്രത്തോളം പണിയെടുക്കാൻ പറ്റും അത്രയും പണിയെടുത്ത് അതിന്റെ ഒരു റിയാലിറ്റിക്ക് എത്രത്തോളം മുട്ടിക്കാൻ പറ്റുമോ അത്രയും മുട്ടിച്ചിട്ട് ആനിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് ഈ ഡീമൺ സ്ലെയർ. അല്ലെങ്കിൽ അവരുടെ സീരീസ് മൊത്തം, സീരീസിന്റെ എപ്പിസോഡ്സിന്റെ ക്വാളിറ്റി ഒക്കെ അങ്ങനെ തന്നെ വളരെയധികം ആനിമേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആണ് ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട്. സോ ഫോട്ടോബിളാണ് ഇതിന്റെ ആനിമേഷൻസ് ചെയ്യുന്നത്. ഒരു ബെഞ്ച് മാർക്കാണ് ശരിക്കും ആനിമേഷനിൽ, ഒരു ബെഞ്ച് മാർക്കാണ് ഇതിന്റെ ആനിമേഷൻസ്. അപ്പോൾ ഈ ഒരു ചിത്രം എന്താ പറയാ, ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആനിമ ഈ ഒരു കണ്ടിന്യൂസ് സ്റ്റോറി ആയതുകൊണ്ട് വെറുതെ ഇത് പോയി കാണണം എന്ന് ഞാൻ പറയാൻ പറ്റൂല. കാരണം ആ ഒരു 4 സീസൺ എന്തായാലും നടന്നിട്ടുള്ളത് അറിഞ്ഞിട്ട് പോകാൻ നല്ലത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും റീക്യാപ്പ് പോലെ ഒരു, ഞാൻ യൂട്യൂബിൽ പലത്തും കണ്ടിട്ട് 37 മിനിറ്റിന്റെ വീഡിയോസ് ഒക്കെ റീക്യാപ്പ് കാണുന്നുണ്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാൻ നോക്കണ്ട, അതിന്റെ ടൈം ഉണ്ടാവണം എന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ റീക്യാപ്പ് കണ്ടിട്ട് ഇതൊന്ന് പോയി കണ്ടു നോക്കുക. കാരണം ഇത് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാൻ വർത്തായിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. കാരണം അത്രയും അല്ല ഒരു എഫക്ട്സും അതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. സോ ആനിമ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഐ മീൻ ലൈക്ക് ആനിമ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പരിപാടി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഏതിലൊക്കെ റീക്യാപ്പ് ഉണ്ട് ഇതൊന്ന് പോയി കണ്ടു നോക്കുക. ലൈക്ക് ഇമോഷൻസ് കണക്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ആനിമ കാണുമ്പോൾ കുട്ടികളത് മാത്രമായിട്ടാണ് ഇത് സാധനം എന്നുള്ളതൊക്കെ അറിയാനൊന്നും നല്ലതാണ് ഇതൊന്നും തിയേറ്ററിൽ പോയി കണ്ടു നോക്കല്. പിന്നെ ഇവിടെ ഇന്ത്യയിൽ പറയുമ്പോൾ ടിക്കറ്റ് റേറ്റ്സ് കുറച്ച് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ സാധാരണ ഇവിടെ ഉള്ള റേറ്റ്സിനേക്കാൾ കുറച്ച് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇതിന് ടിക്കറ്റ് വരുന്നത്. ആൻഡ് എന്താ പറയണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞത് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിലിപ്പോ നടന്നിട്ടുള്ളത് എന്താ വെച്ചാല്, ഒന്ന് ഡോമ വേഴ്സസ് ഷിനോബിന്റെ ഫൈറ്റും, അതുപോലെ പിന്നുള്ള ഫൈറ്റ്സ് ഇല്ല, അതിന് കണ്ടിന്യൂഷൻ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അക്കാസ വേഴ്സസ് ഗിയു ആൻഡ് ടാഞ്ചിറോന്റെ ഫൈറ്റും, പിന്നെ ജെനിറ്റ്സു വേഴ്സസ് കൈകാക്കു. ഇതാണ് ഇതിലുള്ള 3 ഫൈറ്റ്സ്. കിടിലനായിരുന്നു, എസ്പെഷ്യലി ജെനിറ്റ്സു വേഴ്സസ് കൈകാക്കു. ഞാൻ ഈ ഒരു 4 സീസൺ കണ്ടു കഴിഞ്ഞിട്ട് ഈ കഥ എന്താവും എന്നുള്ള അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ഞാൻ അതിന്റെ മാങ്ക ഫുള്ള് വായിച്ചു തീർത്തതാണ്. അതോടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാങ്ക ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റോറി ഫുള്ള് അറിയാം. സോ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സാധനം ആനിമേറ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം മാങ്ക വായിക്കുമ്പോൾ കിട്ടുന്നതിന്റെ എത്രയോ വലിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആനിമേ കാണുമ്പോൾ കിട്ടുക. അപ്പോൾ അത് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോഴേ ഒരു സീനായിരുന്നു. ആൻഡ് എവറി ഫൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതില്, പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇനി വരാൻ പോണ ഈ പടം, അടുത്ത പടമൊക്കെ ടിഷ്യൂ പേപ്പർ കയ്യിൽ വെക്കുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്രയും ഇമോഷണൽ സീനുകൾ ഇതിലൊക്കെ വരും. ഇനി അങ്ങനത്തെ അതാ ഉള്ളൂ, ഒരു അടിയിടി പിന്നെ കരയ, അടിയിടി കരയ, ഈ പരിപാടികളൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഇനി അടുത്ത 2 പടങ്ങളും ഉണ്ടല്ലോ, ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. വളരെയധികം ഇമോഷണലി ആക്ഷൻസും നിറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാവുക. സോ മാങ്ക വായിച്ചിട്ടപ്പോ ഞാൻ പറഞ്ഞ ആ ഒരു കഴിഞ്ഞുള്ള സാധനമൊക്കെ സൂപ്പറാണ്. ഈ പടം അല്ല, ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന സെക്കൻഡ് മൂവിക്കാണ്. ലൈക്ക് അപ്പർ മൂൺ 1 എന്ന് വെച്ചാൽ ഇവിടെ കൊക്കുശുബോന്റെ ഫൈറ്റിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ആ മാങ്ക വായിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ബാക്ക് സ്റ്റോറി വിത്ത് ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒക്കുശുബോന്റെയാണ്. അതാണ് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്നത്. മീൻസ് സെക്കൻഡ് മൂവി മിക്കവാറും അത് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ മൂവിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ആനിമ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് സമയം കൊണ്ട് ഇപ്പൊ 4 സീസൺ കണ്ടെടുക്കാൻ പറ്റും എനിക്ക് അറിയില്ല. പറ്റുന്നുണ്ടെങ്കിൽ കണ്ടെടുത്ത് പോവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എങ്ങനെയാണ് ഒരു ആനിമ മൂവി ഇത്തിരി നമുക്ക് ഇമോഷണലി കണക്ട് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രയും എന്റർടൈനിങ് ആക്കാൻ പറ്റുക എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പടം ചിത്രം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അല്ല സമയമാണെന്നുണ്ടെങ്കിൽ പറ്റണ റീക്യാപ്പ് ചെയ്യാൻ പറ്റില്ല, 37 മിനിറ്റ് റീക്യാപ്സ് ഒക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. അത് കണ്ടിട്ട് പോയി കണ്ടു നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്റ്റോറി അറിഞ്ഞിട്ട്. സോ അപ്പോൾ
ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ അടുത്ത 2 സിനിമയ്ക്ക് വേണ്ടി വളരെയധികം വെയിറ്റിംഗാണ്. കാണാത്ത 2 കണ്ടോക്കുക. കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സിൽ അറിയിക്കുക. മറ്റൊരു വീണ്ടും കാണാം. ബൈ.